പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസാക്കി. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിച്ച ബില്ലാണ് ലോക്സഭ പാസാക്കിയത്. ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിനിടെയാണ് ഓൺലൈൻ ഗെയിമിംഗിന്റെ ബിൽ ലോക്സഭ പാസാക്കിയത്. ഓൺലൈൻ ഗെയിമിംഗിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാനാണ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ നിയമ ഭേദഗതി ചെയ്യുന്നത്. ഓൺലൈൻ വാതുവയ്പുകൾക്ക് ശിക്ഷയും പിഴയും ഉറപ്പുവരുത്തും. സെലിബ്രിറ്റികൾ ഓൺലൈൻ ഗെയിമിംഗ് നടത്തുന്നത് നിരോധിക്കുന്നതിന് ബിൽ വ്യവസ്ഥയുണ്ട്. ഓൺലൈൻ ആപ്പുകൾക്ക് മേൽ കർശന നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലാണ് ലോക്സഭ പാസാക്കിയത്. ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ബില്ലിനെ രൂക്ഷമായി എതിർത്ത് പ്രതിപക്ഷം രംഗത്തെത്തി. അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെയാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു. ബില്ലിനെ എതിർക്കുന്നതായി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ വ്യക്തമാക്കി. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കുന്ന ബില്ലാണിതെന്ന് കോൺഗ്രസ് പാർട്ടി എംപിമാർ പ്രതികരിച്ചു. ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരാളെ ശിക്ഷിക്കാൻ എങ്ങനെ കഴിയുമെന്നും കോൺഗ്രസ് ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് മേൽ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വഴി തുറക്കുന്ന ബില്ലാണിതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുന്നതായി AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നുവെന്ന് പറഞ്ഞ KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഉന്നം വെച്ചുമുള്ള ബില്ലാണിതെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു.